ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ആദിക്കുട്ടൻ്റെ സ്കൂളിലെ 10th ബാച്ചിൻ്റെ എക്സ്കർഷൻ ആയിരുന്നു. 16-ാം തീയതിയാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. കൂർഗ് ആൻഡ് ചിക്കമംഗ്ലൂർ ആയിരുന്നു രണ്ട് ഡെസ്റ്റിനേഷൻ. 15-ാം തീയതി ഇവർക്ക് ഹാഫ് ഡേ സ്കൂൾ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം പാക്ക് ചെയ്യാനുള്ള ടൈമൊക്കെ കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇവൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ റെഡിയായി. ഞങ്ങൾക്ക് 3:30-ക്കാണ് ബസ്സിൻ്റെ സ്ഥലത്തേക്ക് എത്താൻ പറഞ്ഞിരുന്നത്. 3:19 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷം പോകുന്ന വഴിക്ക് ജസ്റ്റ് വൈക്കത്തപ്പനെയൊക്കെ ഒന്ന് വഴിയിലൊന്ന് കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ്. വൈക്കത്ത് വെൽഫെയർ സെൻറ്ററിലാണ് ബസ് വരുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് എത്തി. അപ്പോൾ ടീച്ചേഴ്സും കുട്ടികളുടെ പേരൻസും കുട്ടികളും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവരുടെ 10th ബാച്ചിൽ നിന്ന് ഏകദേശം ഒരു 70 കുട്ടികളോളം ഉണ്ട്. അപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് വണ്ടിയാണ്. ഇവരുടെ ലഗേജൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് അവരെ ഓർഡർ അനുസരിച്ച് വിളിക്കുന്നു. അതിനനുസരിച്ച് കുട്ടികൾ വണ്ടിയിലേക്ക് കയറുകയാണ്. അപ്പം അങ്ങനെ അവർ എൻജോയ് ചെയ്ത് അവരുടെ യാത്ര ആരംഭിച്ചു. ഏകദേശം 4:10 കൂടി ഈ യാത്ര തിരിച്ചു. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഒക്കെ കഴിഞ്ഞ് രാത്രി ഏകദേശം 9:10 മണിയൊക്കെ ആയപ്പോഴാണ് ഇവർ കൂർഗിലെത്തിയത്. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് അവർ കൂർഗിൽ തന്നെയുള്ള ഒരു ബാംബു ഫോറസ്റ്റ്, അതേപോലെ ഗോൾഡൻ ടെമ്പിൾ ഒക്കെ കവർ ചെയ്തു. കുറേ ഗ്രൂപ്പ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഉച്ചയ്ക്ക് ശേഷം അവർ ബെയിലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ചിന്ന കേശവ എന്ന് പറയുന്ന ഒരു ടെമ്പിൾ ഉണ്ട്. അതൊക്കെ വിസിറ്റ് ചെയ്തപ്പോഴേക്കും രാത്രിയായി. തിരിച്ചവർ അവിടെ നിന്ന് ചിക്കമംഗ്ലൂരിലേക്ക് പോയായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇവർക്ക് ട്രെക്കിംഗ് ആയിരുന്നു. ഇനിയാണ് ടൂറിൻ്റെ ക്ലൈമാക്സ്. അപ്പോൾ ഇവർ ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് മലയുടെ മുകളിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന സമയം ആദിയുടെ കാല് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി, അവനൊന്ന് വീണു. അപ്പോൾ അവൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ ചിരട്ടയൊന്ന് പൊട്ടി. അപ്പോൾ അവർ നിയർ ബൈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഫസ്റ്റ് എയ്ഡൊക്കെ എടുത്ത് അവിടെ നിന്ന് പെട്ടെന്ന് ആംബുലൻസിൽ അവർ നാട്ടിലേക്ക് എത്തിച്ചു. അമൃത ഹോസ്പിറ്റലിലായിരുന്നു. അങ്ങനെ ട്യൂസ്ഡേ അവന് സർജറി ആയിരുന്നു മുട്ടിന്. അതിനുശേഷം ഇപ്പോൾ ഡിസ്ചാർജായി വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അവർ എൻജോയ് ചെയ്തു പോയൊരു ടൂറായിരുന്നു. കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒക്കെ ആണെങ്കിലും ഭയങ്കര ഒരു വിഷമമായിപ്പോയി ഇതിൻ്റെ കാര്യത്തിൽ. എന്തോ നമ്മുടെ വിധി ആരെക്കൊണ്ടും മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചു പോയി. അപ്പോൾ ഇപ്പോൾ റെസ്റ്റിലാണ്. 3 weeks ആണ് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. വേറെ പ്രോബ്ലം ഒന്നുമില്ല. ആൾ ഓക്കെയാണ്. ശരി, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.